ഇടമറിയാതെ 66 സംവത്സരങ്ങൾ ദൈവസന്നിധിയിൽ വചനഘോഷണത്തിനായി ചേർന്ന് വരുവാൻ ദൈവം നമ്മെ എല്ലാം ഇടയാക്കിയിരിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 119 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യം: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. നമ്മളുടെ കൺവെൻഷന് ഇന്ന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് 2024 സഭ ഈ ഭദ്രാസനത്തിന് സമ്മാനമായി നൽകിയ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനിയാകുന്നു. തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ആഴത്തിൽ താൻ പറയുന്നതായുള്ള വചനങ്ങൾ ചിന്തിപ്പാൻ്റെ കോണം ഇവരെ സഹായിക്കുന്നതായുള്ള തിരുമേനി ബോംബെ, ഡൽഹി, കോഴിക്കോട് ഈ ഭദ്രാസനങ്ങളിലൊക്കെ ശുശ്രൂഷ അനുഷ്ഠിച്ചതിന് ശേഷം ഇപ്പോൾ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലേക്ക് പ്രവേശിക്കുകയാകുന്നു. തിരുമേനിക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നതോടൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തുടർന്നുള്ളതായുള്ള വർഷങ്ങളിൽ തിരുമേനിക്കും ഈ ഭദ്രാസനത്തിനും ലഭ്യമായി തീരുവാൻ ദൈവം കൃപ നൽകട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ സംവത്സരങ്ങൾ നമുക്ക് ശുശ്രൂഷ നൽകി നമ്മെ അനുഗ്രഹിച്ചതായിട്ടുള്ള ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫർഗൻ മെത്രാപ്പോലീത്ത തിരുമേനി ഈ കാലയളവിൽ ഇവിടെ ചെയ്തതായുള്ള ശുശ്രൂഷകളെ ഞാൻ വിലമതിക്കുന്നു. 2 ഭദ്രാസനങ്ങളുടെ ചുമതലയാണ് തിരുമേനിക്ക് നിർവഹിപ്പാനായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഭംഗിയായിട്ട് നിർവഹിച്ചതിന് ശേഷം ഇപ്പോൾ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലേക്ക് തിരുമേനി പ്രവേശിച്ചിരിക്കുകയാണ്. 2 സഫർഗൻ തിരുമേനിമാരും തിരുവല്ലായ്ക്കടുത്ത് ആണ് എന്നതുകൊണ്ട് സഭയുടെ തുടർന്നുള്ളതായുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുഗ്രഹപ്രദമായി തീരും എന്ന് ഞാൻ കരുതുകയത്രേ ചെയ്യുന്നത്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പേരിലുള്ള ആശംസകളും ഈ അവസരം ഈ ഭദ്രാസനത്തെയും ഇന്ന് ആരംഭിക്കുന്നതായുള്ള കൊട്ടാരക്കര കൺവെൻഷനെയും ഞാൻ അറിയിക്കട്ടെ. തെക്കിൻ്റെ മാരാമൻ എന്നയുടെ സ്വാഗതം പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ആ പേര് അന്വർത്ഥമായിട്ട് തീരണമെങ്കിൽ കസേരകളേക്കാൾ കൂടുതൽ ആളുകൾ വരേണ്ടത് ആവശ്യമാണ്. ഇന്നത്രത്തോളം ആളുകളുണ്ടോ എന്നത് എനിക്ക് സംശയമാണ്. കൊട്ടാരക്കര പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ സഭാംഗങ്ങൾ മാത്രമല്ല വരുന്നത്, എല്ലാവരും ചേർന്ന് വരുന്നതായിട്ടുള്ള ഒരു അവസരമാണ് കൺവെൻഷൻ്റേതായിട്ടുള്ള അവസരം. മനോഹരമായ പാട്ടുകൾ കേൾക്കുന്നതിനായിട്ടും ആഴത്തിൽ ചിന്തിക്കുവാൻ ഉതകുന്നതായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനായിട്ടും ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നതിനായിട്ടും എല്ലാം നമ്മെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു വേളയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന 8 ദിവസം ഉള്ളതായിട്ടുള്ള ഈ കൺവെൻഷൻ എന്നത് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ഞാനും നിങ്ങളും വന്നു ചേരുന്നു എന്ന് മാത്രമല്ല, നമുക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിയുന്ന എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടും എല്ലാവരും ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടത് ആവശ്യമാണ് എന്നത് മനസ്സിലാക്കുന്നതിനായിട്ടും നമുക്കിടയായിട്ട് തീരുമ്പോഴാണ് ഒരുമിച്ച് ചേർന്ന് വരുന്നതായുള്ള സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ടിടയാവുന്നത്. എൻ്റെ വിചാരം ഈ ഏറ്റവും അവസാനം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുവാനായിട്ടിടയായി തീർന്നത് സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ കേന്ദ്ര ശതാബ്ദിയുടെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് വന്നു ചേർന്നതായിട്ടുള്ള അവസരമാണ്. ഇവിടെയെങ്കിലും ഇരിക്കാൻ പോലും ഇടയില്ലായിരുന്നു. ഒരു കസേര പോലും ഒഴിഞ്ഞ് കിടപ്പില്ലായിരുന്നു. എല്ലാം ആളുകൾ തിങ്ങിക്കൂടി എത്തിയതായിട്ടൊരു കാഴ്ചയാണ് എനിക്ക് കാണുവാനായിട്ടിടയായി തീർന്നത്. ഞാൻ അടുത്ത സമയത്ത് നെരണം മാരാമൻ ഭദ്രാസനത്തിൻ്റെ സീനിയർ ഫെലോഷിപ്പിൻ്റെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിനായിട്ട് കോഴഞ്ചേരി പള്ളിയിൽ പോവുകയുണ്ടായി. നമുക്ക് ആ പ്രദേശത്തുള്ള ഒരു വലിയ പള്ളിയാണ് കോഴഞ്ചേരി പള്ളി എന്ന് പറയുന്നത്. എന്നാൽ അവിടെയും 450-500 ആളുകളോളം വന്നു ചേർന്നതായിട്ടൊരു ജനതയാണ് കാണാനായിട്ടിടയാവുന്നത്. ഒരു പക്ഷേ മാരാമൻ കൺവെൻഷൻ്റെ ആദ്യ യോഗത്തിൽ നിന്നും അധികം ആളുകളെ ഇവിടെ ഒന്ന് പോയി സംബന്ധിച്ച് കാണുകയില്ല. ഏതെങ്കിലും ഒരു ദിവസം പോകുന്നതായുള്ള രീതിയായിരിക്കും പലപ്പോഴും പലരിലും കാണപ്പെടുവാനായിട്ടിടയാവുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മാരാമൻ കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസം
ആ പന്തലിലങ്ങ് ഇരിക്കുവാനായിട്ട് ഇടം കിട്ടുകയില്ല. 2:30-ക്കാണ് പാട്ടുകൾ ആരംഭിക്കുന്നത്. എന്നാൽ ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് 2 മണിക്കൊക്കെ ആളുകൾ അങ്ങോട്ട് ഒഴുകുകയാണ്. ഒഴുകി ആ പന്തൽ മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നതായൊരു സമൂഹത്തെയാണ് കാണുവാനായിട്ട് ഇടയാവുന്നത്. അതുകൊണ്ട് തെക്കിൻ്റെ മാരാമൻ എന്ന് വിശേഷിപ്പിക്കുന്നതായുള്ള അവസരത്തിൽ ഈ പറഞ്ഞ സ്വഭാവ വിശേഷങ്ങളോട് കൂടിയുള്ള ഒരു കുടിവരവ് സാധ്യമായി തീരുവാൻ തക്കവണ്ണം എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാകുന്നു. ദൈവസന്നിധിയിൽ നാം ചേർന്ന് വന്നിരിക്കുമ്പോൾ ദൈവവചനം കേൾക്കുന്നതിനായിട്ടാണ് ചേർന്ന് വന്നിരിക്കുന്നത്. ദൈവശബ്ദം കേൾക്കുവാനായിട്ട്. ദൈവവചനത്തിലൂടെ മാത്രമല്ല, ദൈവം നേരിട്ട് നമ്മളോട് സംസാരിക്കും. ആ ദൈവം നേരിട്ട് നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണം കാതുകൾക്ക് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തെ ആഴത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം തിരിച്ചും മറിച്ചുമൊക്കെ വേദഭാഗങ്ങൾ നമ്മോട് ഉദ്ധരിച്ച് പറയുന്നതായുള്ള പ്രഭാഷണങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ടത് ആവശ്യമാണ്. അതേ അവസരത്തിൽ തന്നെ വചനം ജഡമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവുമായുള്ളൊരു ആഴത്തെ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരേണ്ടതും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാകുന്നു. ഒരുപക്ഷെ ദിനപത്രത്തിലൂടെ നിങ്ങളെല്ലാവരും വായിച്ചതായുള്ളൊരു വാർത്തയാണ്. നിഖിൽ എന്ന് പറയുന്ന 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന 18 വയസ്സുകാരനായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ കാണുന്നതിന് ഈ ദിവസങ്ങളിൽ എനിക്കിടയായിട്ട് തീർന്നു. നിഖിൽ ഒരു ദൈവവിശ്വാസമൊന്നും ആയിരുന്നില്ല. എന്തിനാ ദൈവത്തെ നോക്കി വിളിക്കുന്നതൊക്കെ ചോദിച്ചതായിട്ടുള്ളൊരു പൈതലായിരുന്നു. എന്നാൽ അവൻ്റെ അപ്പൻ മരിച്ചു. ഗൾഫിൽ ജോലിയായിരുന്നു. മരിച്ചോടുകൂടി ജോലി പോയി, ശമ്പളം പോയി. തങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന പറമ്പും ഭവനവും ഒക്കെ വിൽക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. തുച്ഛമായുള്ള വരുമാനം കൊണ്ടാണ് 3 പേരടങ്ങുന്നതായുള്ള ഒരു ഭവനം മുന്നോട്ട് പോകുവാൻ തക്കൊണ്ട് ഇടയാവുന്നത്. ആരാണ് മറ്റ് 2 ആളുകൾ? ഒന്ന് ഓട്ടിസം ബാധിച്ചതായുള്ള സഹോദരൻ. എല്ലാ കാര്യങ്ങൾക്കും നിഖിൽ കൂട്ടുനിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. സ്കൂളിൽ പഠിച്ചതിന് ശേഷം മടങ്ങി വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ കാണുവാനായിട്ട് കഴിയുന്ന കാഴ്ച തൻ്റെ വരവും പ്രതീക്ഷിച്ച് വാതിൽക്കൽ നിൽക്കുന്നതായിട്ട് തൻ്റെ സഹോദരനെയാണ്. ഓട്ടിസം ബാധിച്ചതായിട്ടുള്ള കുഞ്ഞിനെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊന്നും മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് നിഖിൽ വന്നതിന് ശേഷം വേണം അപ്പു എന്ന് പറയുന്നതായിട്ട് തൻ്റെ സഹോദരനെ തുണി മാറുന്നതിനായിട്ട്, കുളിക്കുന്നതിനായിട്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിനായിട്ട്. നിഖിൽ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടി ഉറങ്ങുകയുള്ളൂ. അങ്ങനെയുള്ളതായുള്ള ഒരു ബന്ധവും അവർ തമ്മിലുണ്ട്. അതുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങളെല്ലാം നോക്കുന്നതായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ അമ്മ പാർക്കിൻസൺസ് വന്ന് ഒരു ജോലിയും ചെയ്യുവാൻ കഴിയാത്തതായിട്ടുള്ള അവസ്ഥയിലാണ്. ഞാനൊരു മന്ദിരത്തിൻ്റെ ക്യാമ്പസിലാണ് താമസിക്കുന്നത് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ മന്ദിരത്തിൽ പാർക്കുന്നതായുള്ള അനേകം ആളുകൾക്കും ഇതുപോലുള്ള പ്രയാസങ്ങൾ കാണും. പാർക്കിൻസൺസ് ഉള്ള അവസരത്തിൽ ഒരു പാത്രത്തിൽ നിന്ന് കോരി ഒന്നും കുടിക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. അത് കോരിക്കൊണ്ട് കുടിക്കാനായിട്ട് വരുമ്പോൾ തന്നെ പകുതി താഴെ പോകും. വായിലേക്ക് ഒഴിക്കുവാൻ ശ്രമിക്കുമ്പോൾ വായിലായിരിക്കില്ല വീഴുന്നത്, ദേഹത്തൊക്കെ ആയിരിക്കും വീഴുന്നത്. ഒരു തുള്ളി വെള്ളം ചൂടാക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. ചൂടുവെള്ളം എടുത്തു വയ്ക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. ഒരു കാര്യം ചെയ്യുവാനായിട്ട് സാധിക്കാത്തതായുള്ള അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നിഖിൽ എന്നുള്ളതായുള്ള വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥി മകൻ്റെ സഹോദരൻ്റെയും അമ്മയുടെയും എല്ലാ കാര്യങ്ങളും, മരുന്ന് കൊടുക്കേണ്ട സമയത്ത് മരുന്ന് കൊടുക്കുക, ആഹാരം കൊടുക്കേണ്ട അവസരത്തിൽ ആഹാരം കൊടുക്കുക, അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നതായിട്ടുള്ള ഈ നിഖിൽ ദൈവമുള്ള വ്യക്തിയായിട്ട് മാറി. നിഖിൽ എന്നോട് സംസാരിച്ച അവസരത്തിൽ പറയുകയുണ്ടായി, ദൈവം ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് വരുന്ന തൊട്ടുകൊണ്ട് വേണം പറയുന്നത്, എൻ്റെ ഈ നെഞ്ചിനകത്ത് ദൈവമുണ്ട്. എന്നെ കേൾക്കുന്നതായുള്ള വിശ്വാസികളെ, 66ാമത്തെ കൊട്ടാരക്കര കൺവെൻഷനിൽ സംബന്ധിക്കുന്നതിനായിട്ടാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 65 സംവത്സരങ്ങൾ ക്രമമായി ഇവിടുത്തെ വചന കേൾവി ലഭിച്ചതായുള്ള അനേകം ആളുകൾ ഇവിടെ കാണും. നമ്മൾ ഇപ്രകാരം ദൈവവചനമൊക്കെ കേട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമാണ് എന്നുള്ള ഒരു ആത്മബന്ധത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമുക്ക് ഇന്ന് സാധ്യമായിട്ട് തീരുന്നുണ്ടോ? ഞാൻ കൗമ ചൊല്ലിയതായിട്ടുള്ള അവസരത്തിൽ നിങ്ങൾ ഏറ്റു ചൊല്ലി, വളരെ സന്തോഷം. നിങ്ങളുടെ മക്കൾ കൂടുന്നതായുള്ളൊരു മീറ്റിങ്ങിൽ ഞാൻ കൗമ ചൊല്ലിയാൽ അവർ കൗമായി പ്രതിവാക്യം പറയുന്നതിനായിട്ട് അവർക്ക് സാധിക്കുമോ? കൊച്ചുമക്കളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ, എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്?
ഹൃദയത്തിൽ ദൈവമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്ന് ആരാഞ്ഞറിഞ്ഞ് അത് ഈ ലോകത്തിൽ നിറവേറ്റുവാൻ നാം താല്പര്യപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെക്കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, ദൗത്യത്തെക്കുറിച്ച് വേണ്ടിടത്തോളം ബോധമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഭവനത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവമക്കളായി ഓരോ തലമുറയിലൂടെയും വളർന്നു വരുവാൻ്റെ കൊണ്ട് ഇടയായിരുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കുക എന്നത് നിങ്ങൾ ചെയ്യേണ്ടതായുള്ള ദൈവികമായുള്ള ഒരു ശുശ്രൂഷയാണ്. അത് നിർവഹിക്കുന്നതിനായിട്ട് സാധിക്കണം. ഇന്ന് പ്രിയപ്പെട്ട CV സൈമണച്ചൻ നിങ്ങളോട് വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ എനിക്കുറപ്പുണ്ട് കുറച്ച് പേരെങ്കിലും ഇടുന്നുണ്ട്, നോട്ടൊക്കെ എഴുതി ഉണ്ടാക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ എഴുതുന്ന ആളുകൾ കാണും, നോട്ട്ബുക്കിൽ എഴുതുന്നതായിട്ടുള്ള ആളുകൾ കാണും. ഇതെല്ലാം എഴുതുന്നതായുള്ള പ്രിയരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് കേൾക്കുന്നതായുള്ള വചനത്തിൽ ഏത് ഭാഗമാണ് ദൈവം ഇന്ന് എന്നോട് സംസാരിച്ചത് എന്നത് പറയുന്നതിനായിട്ട് സാധിക്കുമോ? കോട്ടയിലെ ധ്യാനത്തിന് പോയതായിട്ടുള്ള നിശ്ചലനായിട്ട് കിടക്കുന്നതായുള്ളൊരു വ്യക്തി ഭാര്യയുടെ നിർബന്ധം കൊണ്ടാണ് അവിടേക്ക് പോയത്. അവിടെ ചെന്ന അവസരത്തിൽ അതിൻ്റെ സമാപന ദിവസത്തിൽ വിളിച്ചു പറഞ്ഞു, എഴുന്നേൽക്കാൻ പാടില്ലാതെ കിടക്കുന്നതായിട്ടുള്ള വ്യക്തി എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് വരണം. ആരും തന്നെ പോകുന്നതായിട്ട് കുറച്ച് നേരം ആരും കണ്ടില്ല. അപ്പോൾ ഈ സ്ത്രീ വന്ന് ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ആരും പോകുന്നതായിട്ട് കാണുന്നില്ല, എൻ്റെ ഒരു വിചാരം നിങ്ങളോടാണ് ദൈവം ഇപ്പോൾ ഈ വാക്ക് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടേക്ക് എഴുന്നേറ്റ് പോകുവാനായിട്ട് സാധിക്കില്ലേ എന്നുള്ളതായുള്ള ചോദ്യം. തൻ്റെ ഭാര്യയാണ് തന്നോട് ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് താൻ നിശ്ചലനായിട്ട് കിടക്കുമ്പോൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന പോലും കൈകൊണ്ട് എടുത്ത് തന്നെ വൃത്തിയാക്കുന്നതായുള്ള ഭാര്യ തന്നോട് ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ എങ്ങനെയാണ് കേൾക്കാതിരിക്കുന്നത്? അത് എഴുന്നേറ്റു ഭാര്യയുടെ സഹായത്തോടെ, വടിയുടെ സഹായത്തോടെ സ്റ്റേജിലേക്ക് കയറി ഉടനെ തന്നെ പുരോഹിതൻ പറഞ്ഞു, പട്ടക്കാരൻ പറഞ്ഞു, കയ്യിലുള്ള വടി താഴെ ഇടണം. ദൈവം തന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, നിനക്ക് സൗഖ്യത്തോടു കൂടി ഭവനത്തിലേക്ക് പോകുന്നതിനായിട്ട് സാധിക്കും എന്നുള്ളത്. ദൈവം ചെയ്യുന്നതായുള്ള അത്ഭുതങ്ങളെ ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കുവാൻ്റെ കോണം ഇന്നും നമുക്ക് സാധിക്കുന്നുണ്ടോ? പോപ്പ് ഫ്രാൻസിസ്, റോമൻ കത്തോലിക്ക സഭയുടെ പിതാവ്, ഇന്നും ചോദിക്കുന്നതായുള്ള ചോദ്യമാകുന്നു, ഡു യു ബിലീവ് ഇൻ മിറക്കിൾസ്? ഡു യു ബിലീവ് ഇൻ മിറക്കിൾസ്? ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും എന്നത് വിശ്വസിക്കുന്നതിനായിട്ട് കഴിയുമോ? എങ്കിൽ അത് ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം പറയുവാൻ തക്കോണം ഇടയാവേണ്ടതായുള്ള ജീവിത സാഹചര്യങ്ങൾ ധാരാളമുണ്ട് എന്നത് ഓർക്കേണ്ടതാണ്. ഇന്ന് നമ്മളുടെ ദേവാലയങ്ങളിലൊക്കെ വായിച്ചതായുള്ള വേദഭാഗം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കർത്താവ് പറഞ്ഞതായുള്ള ഉപമകളാണ്. കർത്താവ് പറയുന്നതായുള്ള ദൈവരാജ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാ രാജ്യങ്ങളെക്കാളിലും വലിയതായുള്ളൊരു രാജ്യമാണ്. എന്നാൽ വലിപ്പത്തിലല്ല കർത്താവ് മഹിമ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ കർത്താവ് പറയുകയാണ്, ഒരു കടുകുമണിയോട് സദൃശ്യം. അക്കാലത്ത് അറിയപ്പെടുന്നതായിട്ടുള്ള സീഡിലെ വിത്തിലെ ഏറ്റവും ചെറിയതായിട്ടുള്ളൊരു ധാന്യമാണ് കടുക് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഏറ്റവും ചെറുതായിട്ടുള്ളൊരു വിത്ത് അത് ഒരുവനെടുത്ത് എൻ്റെ വയലിലിട്ടു, അത് വളർന്നു വന്നു, അതിന് ശിഖരങ്ങളൊക്കെ ഉണ്ടായി, പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ഇരിക്കുന്നതിനായിട്ട് ഇടയായി തീർന്നു എന്നത് കർത്താവ് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവ് സൂചിപ്പിക്കുന്നതായുള്ള ഒന്നാണ് പുളിമാവിനെ കുറിച്ചുള്ളതായുള്ള സാദൃശ്യം. ഒരു സ്ത്രീ അതെടുത്ത് ഒരു വലിയ കലത്തിൽ 3 പറ മാവ് ഉള്ളതായിട്ടുള്ള ആ കലത്തിലേക്ക് ഇട്ടു, അത് മുഴുവൻ പുളിച്ചു വരുവോളം കാത്തിരുന്നു എന്നതൊക്കെ നമ്മുടെ വായിക്കുന്നുണ്ട്. ഗ്രേറ്റ്നെസ് ഇൻ സ്മോൾ തിങ്സ്, ഇതെ കാണിച്ചു തരുന്നതായുള്ള ഒരു കർത്താവിനെയാണ് ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ തക്കോണം നമുക്ക് ഇടയായിട്ട് തീരേണ്ടത്. ഗ്രേറ്റ്നെസ് ഇൻ സ്മോൾ തിങ്സ്. ഇന്നത്തെ ചിന്താവിഷയം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മലയാള മനോരമ നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്നതായുള്ള നല്ലൊരു ചിത്രീകരണമുണ്ട്. ചിന്തിപ്പിക്കുന്നതായൊരു ചിത്രീകരണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കൊണ്ടുവരട്ടെ. ഒരു കർഷകൻ തൻ്റെ വയലിൽ നല്ലതായിട്ട് ധാന്യമൊക്കെ വിളഞ്ഞപ്പോൾ ധാന്യമൊക്കെ എല്ലാം ശേഖരിച്ച് ചാക്കിലാക്കി വൈക്കോലെല്ലാം കൂടെ കൂട്ടി തൻ്റെ കളപ്പുരയിൽ വയ്ക്കുന്നതായിട്ടുള്ള അവസരത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് കാണുന്നില്ല. വാച്ച് നഷ്ടമായി പോയതിൽ അദ്ദേഹത്തിന് വളരെയധികം ദുഃഖം തോന്നി. അദ്ദേഹം തന്നെ കളപ്പുരയിലേക്ക് പ്രവേശിച്ച് വീണ്ടും അതിനിടയിലൊക്കെ ഉണ്ടോ എന്നത് തിരക്കി കണ്ടുകിട്ടാൻ സാധിച്ചില്ല. തന്നെ സഹായിക്കുന്നതായുള്ളൊരു കൂട്ടം
കുഞ്ഞുങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാച്ച് എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ടെത്തുന്നതിനായിട്ട് ഒന്ന് പരിശ്രമിക്കണം. അത് കണ്ടെത്തി എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നല്ലൊരു പാരിതോഷികം തരാം എന്നതൊക്കെ പറഞ്ഞു. എന്നാൽ അങ്ങനെ പറഞ്ഞതായ അവസരത്തിൽ അവരെല്ലാം കൂടെ ശ്രമിച്ചിട്ടും ഒന്നും തന്നെ കണ്ടെത്തുന്നതിനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഒരു കുട്ടി വന്ന് മുമ്പോട്ട് പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം കൂടെ പരിശ്രമിക്കുന്നതിനായിട്ട് അവസരം തരാമോ? അപ്പോൾ കർഷകൻ പറഞ്ഞു, ഒരു പ്രയാസമില്ല, നീ നോക്കി കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വാഗ്ദാനം ചെയ്തതായുള്ള തുക ഞാൻ നിനക്ക് തരാം. അവന് ആ കളപ്പരയിലേക്ക് കയറി വാതിലങ്ങ് അടച്ചു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഈ ആളിൻ്റെ നഷ്ടപ്പെട്ടതായുള്ള വാച്ചുണ്ട്. അപ്പോൾ ഈ കർഷകൻ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഈ വാച്ച് കണ്ടെത്തുവാൻ കൊണ്ട് സാധിച്ചത്? ഞാൻ തിരഞ്ഞു, ഈ ആളുകളെല്ലാം തിരഞ്ഞു, ഇതൊന്നും തന്നെ കണ്ടെത്തുവാനായിട്ട് സാധിക്കാതെ പോയപ്പോൾ എങ്ങനെയാണ് നിനക്കത് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞത്? അവൻ പറഞ്ഞു, ഞാൻ വാതിലടച്ച അകത്ത് മിണ്ടാതിരിക്കുകയായിരുന്നു, നിശബ്ദനായിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ മനസ്സ് ഏകാഗ്രമാക്കിയതായുള്ള അവസരമുണ്ട്. ആ ഏകാഗ്രമാക്കിയതായുള്ള അവസരത്തിൽ ഈ വാച്ചിൻ്റെ ടിക് 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 എന്നുള്ളതായുള്ള ശബ്ദം എനിക്ക് കേൾക്കുന്നതിനായിട്ടിടയായിട്ട് തീർന്നു. അപ്പോൾ എവിടെയാണ് വാച്ച് എന്ന് കണ്ടുപിടിച്ച് അവിടുന്ന് എടുത്തുകൊണ്ട് വരുവാനായിട്ട് എനിക്ക് സാധ്യമായിട്ട് തീരുകയും ചെയ്തു. നമ്മെ വായിക്കുന്നതായുള്ള പുസ്തകമാണ് വേദപുസ്തകം. വേദപുസ്തക വ്യാഖ്യാനങ്ങളിലൂടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മളോട് സംസാരിക്കുമ്പോൾ മൃദുലമായിട്ടുള്ള സ്വരത്തിൽ നമ്മോട് സംസാരിക്കുന്നു. അങ്ങനെയാണ് ഏലിയാവിന് പ്രത്യക്ഷപ്പെട്ടത്. മൃദുലമായിട്ടുള്ള സ്വരത്തിൽ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തെ കേട്ട് സ്വീകരിക്കുവാൻ തക്കവണ്ണം പ്രിയരെ നമുക്കിടയായിട്ട് തീരണം. എത്ര വലിയ പ്രസംഗമാണ് എന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്ന് ദൈവം എന്താണ് എന്നോട് പറഞ്ഞത് എന്നത് ദൈവസ്ഥയിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമ്പോൾ അവിടെയാണ് കൺവെൻഷൻ്റേതായ അനുഗ്രഹത്തെ നമുക്ക് കണ്ടെത്തുവാനായിട്ടിടയാവുന്നത്. ആ അനുഗ്രഹം ഇന്ന് വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഒരിക്കൽ കൂടി സഭയുടെ പേരുള്ള ആശംസകൾ ഞാൻ അറിയിച്ചുകൊണ്ട് ഈ ഭദ്രാസനത്തിനും കൺവെൻഷനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറെക്കാലം ലഭ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവരാജ്യത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ ദൈവസന്നിധിയിലേക്ക് ചെന്നു ചേരുവാൻ നമ്മെ എല്ലാം കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയും ഔപചാരികമായി 66ാമത് കൊട്ടാരക്കര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ.